ഇത്തവണത്തെ പെരുന്നാളിന് ഞങ്ങൾക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു. സൗദിയിൽ അച്ഛൻ്റെ റൂംമേറ്റ് ആയിരുന്ന അബ്ദുറഹ്മാൻ കാക്കയുടെ വീട്ടിലാണ് ഇത്തവണത്തെ പെരുന്നാൾ. വീട്ടിൽ നിന്ന് എത്ര കിടത്തി ഉറക്കിയാലും ഉറങ്ങാത്ത ആള് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരം പരിപാടി ഇതാണ്. പ്രസാദേട്ടനും ഞാനും അച്ഛനും അമ്മയും രുദ്രയും കൂടിയാണ് പോകുന്നത്. മലപ്പുറത്ത് നിന്ന് കുറച്ചുകൂടെ പോയിട്ട് പൊന്മള എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. മെയിൻ റോഡ് കഴിഞ്ഞ് കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ്. അതായത് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് പാടങ്ങള്, പിന്നെ ദാ ചെറിയൊരു തോട്, പ്ലേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. പിന്നെ രുദ്രയ്ക്ക് വേറെ ഒന്നും ആവശ്യമില്ല, കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ല ഫാൻ ഉണ്ട്, കാറ്റുണ്ട്. ഫാമിലി മെമ്പേഴ്സിനൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അവർക്ക് ഇഷ്ടാവുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. തന്നെ നല്ലൊരു പേരയ്ക്കന്മാരുണ്ട്. എനിക്ക് 2 കായ കിട്ടി. പിന്നെ ഇതാ ഈ ഒരു കായ, അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്കൊക്കെ പോലെ ഒരു സംഭവമാണ്. എന്നാലും ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ രുദ്രയ്ക്ക് ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. റിയ എന്നാണ് പേര്. അബ്ദുറഹ്മാൻ കാക്കയുടെ മോളാണ്. ഫുഡിന് ചിക്കനും മട്ടനും ബീഫും കാടയും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ റിയക്കുട്ടി വന്ന് പറഞ്ഞത്, ചേച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്, ഒന്ന് പോയി കണ്ടാൽ. നല്ലൊരാളെയാണ് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. മുമ്പ് കോഴിക്കോട് ബീച്ച് കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ റോട്ടിൽ നിന്ന് ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, ദാ ആ കാണുന്നതാണ് ബീച്ച്, ഇവിടെ നിന്ന് കണ്ടാൽ മതി, അങ്ങോട്ട് ഒന്നും പോണ്ടാന്ന്. ഇപ്പോൾ ഞാൻ അമ്മയായപ്പോൾ എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാത്രം കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോഴേക്കും അച്ഛനും പ്രസാദേട്ടനും മാക്സിമം പച്ചക്കറികൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുരാണത്തിലെ വരരുചിക്ക് 101 കറികൾക്ക് സമം ഇഞ്ചിത്തൈര് മാത്രമാണെങ്കിൽ എൻ്റെ ഭർത്താവിന് അത് മുരിങ്ങയിലാണ്. അപ്പോൾ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.